മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷണറി ആവാൻ. സീറോ മലബാർ സഭയുടെ പ്രേക്ഷിത മുന്നണിയായ സെന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ സുവർണ ജൂബിലി സമ്മാനം കൂട്ടുകാരൊപ്പം പാഠം പഠിക്കാം, പ്രേക്ഷിത പാതകളറിയാം. പ്രേക്ഷിത വയലിൽ വേലകൾ ചെയ്യാൻ നാഥനോടൊപ്പം പോകാം. ഭൂമിതിലെങ്ങും സാക്ഷികളാകാൻ അയക്കപ്പെട്ടവർ നാം. കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ഫോർ ദ മിഷൻ. യേശുനാഥൻ താതനയച്ചൊര പ്രേക്ഷിതൻ, അമ്മ മേരി സഹകാരിണി പ്രേക്ഷിത, അപ്പസ്തോലന്മാർ യേശു അയച്ചതാം പ്രേക്ഷിത, പ്രാണനേകിയ ആദ്യ ധീര രക്തസാക്ഷികൾ. പ്രേക്ഷിത വഴിയിൽ ചിന്തിണമൊഴുക്കി ഇന്നും അനേകം ധീര. പ്രേക്ഷിതർക്കായി അഞ്ജലി കൂപ്പാം എന്നെന്നും തിരുസവിധി. കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ഫോർ ദ മിഷൻ. കൂട്ടുകാരൊപ്പം പാഠം പഠിക്കാം, പ്രേക്ഷിത പാതകളറിയാം. പ്രേക്ഷിത വയലിൽ വേലകൾ ചെയ്യാൻ നാഥനോടൊപ്പം പോകാം. ഭൂമിതിലെങ്ങും സാക്ഷികളാകാൻ അയക്കപ്പെട്ടവർ നാം. കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ഫോർ ദ മിഷൻ. പ്രിയ കൂട്ടുകാരെ, കടുകുമണി അപ്പസ്തലോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷണറി ആവാൻ നിങ്ങളൊക്കെ തയ്യാറാണോ? എല്ലാവരും തയ്യാറാണോ? അങ്ങനെയെങ്കിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം നമ്മുടെയൊക്കെ കുടുംബം എങ്ങനെയാണ് മിഷന് അടിസ്ഥാനമാകുന്നത്, എങ്ങനെയാണ് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് പ്രേക്ഷിതരുണ്ടാകുന്നത്, അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ എന്താണ് ഒരു കുടുംബത്തിലെ അടിസ്ഥാന ഘടകങ്ങൾ? മാതാപിതാക്കളും മക്കളും. മാതാപിതാക്കളും മക്കളുമാണ് ഒരു കുടുംബത്തിലെ അടിസ്ഥാന ഘടകങ്ങൾ. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ കുടുംബത്തിന് അടിസ്ഥാനമായ കൂദാശ എന്താണ്? വിവാഹം എന്ന കൂദാശ. വിവാഹം എന്ന കൂദാശയാണ് നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിന് അടിസ്ഥാനമായ ഒരു കൂദാശ. അങ്ങനെയെങ്കിൽ ഈ കൂദാശയിലൂടെ സ്ത്രീയെയും പുരുഷനെയും പരസ്പരം യോജിപ്പിക്കുന്നത് ആരാ? പുരോഹിതൻ. പുരോഹിതൻ. വൈദികൻ. വൈദികനും പുരോഹിതനും. ഓക്കെ, ദൈവം. ദൈവമാണ് വിവാഹം എന്ന കൂദാശയിലൂടെ സ്ത്രീയെയും പുരുഷനെയും യോജിപ്പിക്കുന്നത്, തൻ്റെ സൃഷ്ടികർമ്മത്തിൽ സ്നേഹത്തോടെ പങ്കെടുക്കാൻ, അല്ലേ? അങ്ങനെ ആ സ്നേഹത്തിലൂടെയുള്ള പങ്കെടുക്കലിലൂടെ അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ പ്രേക്ഷിത ചൈതന്യമുള്ള മക്കളായി വളർത്തുക. അപ്പോൾ അച്ഛോ, കുടുംബം എങ്ങനെയാണ് മിഷനറിനുള്ള അടിസ്ഥാനമായി തീരുന്നേ? കുടുംബം എങ്ങനെയാണ് മിഷൻ അടിസ്ഥാനമായി തീരുന്നത് എന്നാണ് ജോസിൻ്റെ ചോദ്യം. എങ്ങനെയായിരിക്കും? കുടുംബത്തിൻ്റെ അടിസ്ഥാനം എന്താ? സ്നേഹമാണ് കുടുംബത്തിൻ്റെ അടിസ്ഥാനം. മിഷൻ്റെ അടിസ്ഥാനം എന്താ? സ്നേഹം തന്നെയാണ് മിഷൻ്റെയും അടിസ്ഥാനം. നാം സ്നേഹിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് മിഷൻ പ്രവർത്തനത്തിലൂടെ നാം ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഇത് രണ്ടിൻ്റെയും അടിസ്ഥാനം സ്നേഹമാണ്. സ്നേഹമില്ലാതെ ഒരാൾക്ക് മിഷനറി ആവാൻ പറ്റില്ല.
നിൻ്റെ ഉള്ളിൽ സ്നേഹമില്ലെങ്കിൽ, നിനക്ക് ഈശോയോട് നിനക്ക് താല്പര്യമില്ലെങ്കിൽ, നീ എങ്ങനെ ഈശോയെക്കുറിച്ച് 4 പേർക്ക് പറഞ്ഞു കൊടുക്കുക? അതുപോലെ തന്നെ കുടുംബത്തിൽ ഈശോയെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ആ മാതാപിതാക്കൾ എങ്ങനെയാണ് സ്വന്തം മക്കളോട് ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക? മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാന സ്നേഹമാണ്. എങ്കിൽ നിങ്ങൾക്കറിയാവുന്ന മനോഹരമായിട്ടുള്ളൊരു പാട്ടുണ്ടല്ലോ, സ്നേഹം കൊണ്ടൊരു നല്ല വീട് പണിയാം, ഇല്ലേ? ആ പാട്ട് ഇപ്പോൾ നമുക്കൊന്ന് കേൾക്കാം. ആ പാട്ടിനൊപ്പം നിങ്ങൾക്കൊരു ആക്ഷൻ സോങ് ചെയ്യാവോ? ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാവോ? ചെയ്യാം. നമുക്കൊന്ന് ശ്രമിക്കാം. വെരി ഗുഡ്. സ്നേഹം കൊണ്ടൊരു വീട് പണിയാം, ദൈവസ്നേഹം കൊണ്ടൊരു വീട് പണിയാം, ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീട് പണിയാം. സ്നേഹം കൊണ്ടൊരു വീട് പണിയാം, ദൈവസ്നേഹം കൊണ്ടൊരു വീട് പണിയാം, ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീട് പണിയാം. വണ്ടർഫുൾ. വളരെ ഭംഗിയായിട്ട് നിങ്ങൾ ആ പ്രോഗ്രാം ചെയ്തിരിക്കുന്നു. നന്നായിരിക്കുന്നു. നന്നായിട്ട് ആ പാട്ടിന് സിങ്ക് ചെയ്ത് നല്ല രീതിയിലുള്ള ആക്ഷൻസ് ആയിരുന്നു. ഇനി നമ്മുടെ ചലഞ്ച് നമ്മുടെ ജോസ് ചോദിച്ച ചോദ്യത്തിനുള്ളതാണ്. എങ്ങനെയാണ് സ്നേഹം മിഷന് അടിസ്ഥാനമാകുന്നത്? നമ്മളിപ്പോൾ പാടിയ പാട്ടിന് അർത്ഥം എന്താ? കുടുംബത്തിന് എങ്ങനെയാണ് സ്നേഹം അടിസ്ഥാനമാകുന്നത്? ഇനി ഈ പാട്ടിനെ നിങ്ങൾക്കൊന്ന് മാറ്റി എഴുതാവോ? എഴുതാവോ? ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കിയേ. നിങ്ങൾ ഉള്ളിൽ പരസ്പരം ഒന്ന് ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തേ. ഏതാണ്ടൊക്കെ റെഡിയാണോ? ആ ലിറിക്സ് ഒന്ന് പാടിക്കേ നോക്കട്ടെ. സ്നേഹം കൊണ്ടൊരു പ്രേഷിതയാകാം, സ്നേഹതീക്ഷ്ണതയാൽ ഒരു മിഷൻ പണിയാം, ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടീ തിരുസഭ വളർത്താം. സ്നേഹം കൊണ്ടൊരു പ്രേഷിതയാകാം, സ്നേഹതീക്ഷ്ണതയാൽ ഒരു മിഷൻ പണിയാം, ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടീ തിരുസഭ വളർത്താം. വണ്ടർഫുൾ. അപ്പോൾ സ്നേഹമാണ് കുടുംബത്തിനും മിഷനും അടിസ്ഥാനം. ഇനി നല്ല കുടുംബത്തിൽ ജീവിക്കുന്ന മക്കൾക്ക് മാതാപിതാക്കൾ അവരുടെ വിശ്വാസം പകർന്നു കൊടുക്കും. മക്കൾ എല്ലാം പഠിക്കുന്നത് മാതാപിതാക്കളെ നോക്കിയാണ്. വിശ്വാസം എന്ന വലിയ ചൈതന്യം നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ മാതാപിതാക്കൾ അത് നമുക്ക് തന്നില്ല എങ്കിൽ നമുക്ക് വിശ്വാസത്തിൽ വളരാൻ സാധിക്കില്ല. വിശ്വാസം പകർന്നു നൽകുമ്പോഴാണ് നാം ഈശോയെക്കുറിച്ച് അറിയുന്നത്, ഈശോ ആരാണെന്ന് അറിയുന്നത്, ഈശോയെ സ്നേഹിച്ചു തുടങ്ങുന്നത്. അപ്പോൾ മിഷണറിയായി വളരാൻ ഒരു കുടുംബത്തിൽ അവരെത്രമാത്രം നമ്മളെ സഹായിക്കണം, എങ്ങനെയൊക്കെയാണ് അവർ നമ്മളെ സഹായിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ചാർട്ട് തയ്യാറാക്കാൻ പറ്റുമോ? മാതാപിതാക്കൾ എങ്ങനെയാണ് നല്ല രീതിയിൽ വിശ്വാസം മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കത്തക്ക രീതിയിൽ ഒരു ചാർട്ട് തയ്യാറാക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? പറ്റുമല്ലോ അല്ലേ? എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 3 ഗ്രൂപ്പായിട്ട് തിരിയുക. പുറത്തു പോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് സന്തോഷത്തോടെ ഇരിക്കുക. പരസ്പരം ആലോചിച്ച് ഡിസ്കസ് ചെയ്ത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് തിരിച്ച് ക്ലാസ് റൂമിലേക്ക് വരിക. ഓക്കെ? എന്നാൽ പോയിക്കൊള്ളൂ. ഏത് ഗ്രൂപ്പാണ് ആദ്യം പ്രസൻറ്റ് ചെയ്യുന്നത്? ഞങ്ങൾ. ഓക്കെ. സാറേ, ഞങ്ങൾ തിരഞ്ഞെടുക്കുന്ന വിഷയം പ്രാർത്ഥനയാണേ. പ്രാർത്ഥനയാണ്
കുടുംബത്തിലെ പ്രേക്ഷിത പ്രവർത്തനത്തിന് അടിസ്ഥാനം എന്നാണ് നിങ്ങൾ പറയുന്നത്. അതെ അതെ. പ്രാർത്ഥിക്കുന്ന കുടുംബം ഒന്നായി നിൽക്കുന്നു. പ്രാർത്ഥന വഴി ദൈവസ്നേഹത്തിൽ വളരുന്നു. പ്രാർത്ഥന ദൈവസ്വരം ശ്രവിക്കുവാൻ സഹായിക്കുന്നു. പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് സഹിക്കുവാനും ക്ഷമിക്കുവാനും സാധിക്കുന്നു. പ്രാർത്ഥന വിശുദ്ധിയിലേക്ക് നയിക്കുന്നു. പ്രാർത്ഥന പരിശുദ്ധരൂപി വളർത്തുന്നു. പ്രാർത്ഥന ജീവിത സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുവാൻ നമ്മെ ശക്തിപ്പെടുത്തുന്നു. പ്രാർത്ഥന വിശ്വാസം വർദ്ധിപ്പിക്കുന്നു. വെരി ഗുഡ്, വളരെ ഭംഗിയായിരിക്കുന്നു. അപ്പോൾ ഇവർ പറയുന്നത് നമ്മുടെയൊക്കെ കുടുംബം പ്രേക്ഷിതാരൂപിയിൽ വളരണമെങ്കിൽ പ്രാർത്ഥന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ടാണ് അല്ലേ. ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൽ വിശ്വാസം വളരുന്നു. അപ്പനും അമ്മയും മക്കളെല്ലാവരും പ്രേക്ഷിത ചൈതന്യത്തിൽ ജീവിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ഗ്രൂപ്പ് ആരാണ്? രണ്ടാമത്തെ ഗ്രൂപ്പ്. ഞങ്ങൾ ഓക്കെ, വായിച്ചോളൂ. ഞങ്ങൾ എടുത്തിരിക്കുന്ന വിഷയം ജീവിത സാക്ഷ്യം എന്നതിനെക്കുറിച്ചാണ്. ജീവിത സാക്ഷ്യം അല്ലേ. ഒരു കുടുംബത്തിലെ ജീവിത സാക്ഷ്യത്തിൻ്റെ പ്രാധാന്യം എങ്ങനെയാണ് അത് മിഷണറിയായി വളരാൻ നമ്മളെ സഹായിക്കുന്നത് എന്നാണല്ലേ. ഓക്കെ. മാതാപിതാക്കളാണ് മക്കളുടെ ജീവിത മാതൃക. മാതാപിതാക്കൾ സഹനവേളകളിൽ കാണിക്കുന്ന സമചിത്തത വെല്ലുവിളികളെ നേരിടാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്നു. മാതാപിതാക്കളുടെ സന്മാർഗ ജീവിതം കുട്ടികളെ വളരെയേറെ സ്വാധീനിക്കുന്നു. മാതാപിതാക്കൾക്ക് പള്ളിയോടും വൈദികരോടും സന്യസ്തരോടുമുള്ള താല്പര്യം സഭയോട് ചേർന്ന് നിൽക്കാൻ കുട്ടികളെ സഹായിക്കുന്നു. ഭക്തസംഘടനകളിലും സഭയുടെ വിവിധ പ്രേക്ഷിത സംരംഭങ്ങളിലും തീഷ്ണതയോട് പ്രവർത്തിക്കുന്ന മാതാപിതാക്കളുടെ മക്കൾ പുതിയ പ്രേക്ഷിത മേഖലകളിലേക്ക് കടന്നുവരുന്നു. വളരെ നന്നായിരിക്കുന്നു. അപ്പോൾ കുടുംബത്തിൽ നമ്മൾ കാണുന്ന മാതൃകകൾ എത്രമാത്രം പ്രാധാന്യമർഹിക്കുന്നതാണെന്നാണ് അവർ പറയുന്നത്. നല്ല നല്ല ഉദാഹരണങ്ങൾ മാതാപിതാക്കൾ, ആൻറ്റിമാർ, അങ്കിൾമാർ, വല്യപ്പച്ചമാർ, വല്യമ്മച്ചിമാർ അവരെല്ലാം നമ്മളെ കാണിക്കുന്ന അവരുടെ എല്ലാം ജീവിതം വഴി നമ്മൾ കാണുന്ന മാതൃകകളാണ് നമ്മളെ നല്ല മിഷണറിമാരാക്കുന്നത്. ഈശോയുടെ അടുത്ത് ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്നത്, ഈശോയെക്കുറിച്ച് 4 പേരോട് പറഞ്ഞു കൊടുക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത്. ജീവിത മാതൃക വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ ഇനി നമ്മുടെ മൂന്നാമത്തെ ഗ്രൂപ്പ് അല്ലേ. ആരാ മൂന്നാമത്തെ ഗ്രൂപ്പ്? ഓക്കെ, എഴുന്നേറ്റ് വായിച്ചോളൂ. ഞങ്ങളുടെ വിഷയം കുടുംബം പ്രേക്ഷിത കളരി. പ്രേക്ഷിത ഭൂമിയാണ് കുടുംബം. മാതാപിതാക്കൾ പ്രേക്ഷിതരും മക്കൾ ശ്രോതാക്കളും. മാതാപിതാക്കൾ മക്കളെ വിശ്വാസത്തിൽ വളർത്തുന്നു. മാതാപിതാക്കളുടെ മാതൃക മക്കളുടെ സേവന മനോഭാവം വളർത്തുന്നു. വചനപ്രഘോഷണത്തിൻ്റെ വിത്തുകൾ ആദ്യം വിതയ്ക്കപ്പെടുന്നത് കുടുംബങ്ങളിലാണ്. സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹമായി തീരുന്ന വ്യക്തികളെ രൂപപ്പെടുത്തുന്നത് കുടുംബമാണ്. നല്ല കുടുംബങ്ങൾ സമൂഹത്തിനും ദേശത്തിനും ഉണർവ് നൽകുന്നു. വെരി ഗുഡ്. അപ്പോൾ കുട്ടികളെ, നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട 3 പോയിന്റുകളാണ് അവതരിപ്പിച്ചത്. പ്രാർത്ഥന, ജീവിത സാക്ഷ്യം, കുടുംബം ഒരു പ്രേക്ഷിത കളരി അല്ലേ. ഇനി ഈ പ്രധാനപ്പെട്ട 3 പോയിന്റുകൾ ഒന്നിച്ച് നിങ്ങളൊരു പാട്ട് ഒരുങ്ങിയിട്ടുണ്ടല്ലോ, വളരെ മനോഹരമായിട്ടുള്ള പാട്ട്. എങ്ങനെയാ പാട്ട് തുടങ്ങുന്നത്? നല്ല കുടുംബം എന്നും സഭയുടെ ചെറിയ പതിപ്പല്ലോ. അതുതന്നെയാണ്
വീടൊരു സ്നേഹക്കൂടാണ്, ഒരു പ്രേക്ഷിത കളരിയാണ്. നമ്മുടെ വിശ്വാസം നനച്ചു വളർത്തുന്ന, അല്ലേ? അങ്ങനെയെങ്കിലും ഞാൻ ചോദിച്ചോട്ടെ, നമ്മളൊക്കെ ഈശോയെക്കുറിച്ച് ആദ്യമായിട്ട് കേട്ടത് എവിടെയാണ്? വീട്ടിൽ വെച്ച്. നമ്മുടെ കുടുംബത്തിലല്ലേ? ഒരുപക്ഷെ നമ്മുടെ വല്യപ്പച്ചനോ വല്യമ്മച്ചിയോ അമ്മച്ചിയോ പപ്പയോ അതല്ലെങ്കിൽ അങ്കിളോ ആൻറ്റിയോ ആരെങ്കിലുമൊക്കെ നമ്മളെയൊക്കെ എടുത്തൊക്കെ തിരുത്തി ഈശോയുടെ പടം നോക്കി, ദേ മോളെ നോക്കിക്കേ, ദേ മോനെ നോക്കിക്കേ, ഈശോപ്പ ഈശോമ്മ, നമ്മുടെ മാതാവ്, നമുക്ക് വേണ്ടി മരിച്ച ഈശോ, ഈശോയ്ക്കൊരു ഉമ്മ കൊടുത്തേ, അല്ലേ? ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഈശോയെ ആദ്യമായിട്ട് കണ്ടത്? ഇങ്ങനെയല്ലേ ഈശോയുടെ രൂപം നമ്മുടെ ഉള്ളിലേക്ക് ആദ്യമായിട്ട് പോയത്? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മളൊരു പ്രേക്ഷിതനോ പ്രേക്ഷിതയോ ആയിട്ട് വളരുന്നത് കുടുംബത്തിലാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ ആൻറ്റിമാരോ അങ്കിൾമാരോ വല്യപ്പച്ചമാരോ വല്യമ്മച്ചിമാരോ മക്കളെ ഈശോയെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു രംഗം ഒന്ന് അവതരിപ്പിച്ച് കാണിക്കാമോ? കാണിക്കാമോ? കാണിക്കാം അല്ലേ? അന്നാ കാണിക്കൂ, നോക്കട്ടെ. എല്ലാവരും വന്നേ, നമുക്ക് കുരിശ് വരയ്ക്കാം. വാ മരിയമോള് കുരിശ് വരച്ചേ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുവാൻ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നീ തുടങ്ങി. സ്വർഗ്ഗസ്ഥനായ പിതാവേണ്, നാം പൂജ്യമാണമേ, രാജ്യം വേണമേ, ജോസെ നിർത്തിക്കേ, പതുക്കെ ചെല്ലിക്കേ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഞങ്ങളുടെ നാം പൂജ്യമാണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്ന് വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. മരിയമോൾ കുരിശ് വരയ്ക്കുന്ന രണ്ടാടുക്കുവാ. കളിച്ചോണ്ടിരുന്ന ഈശോയ്ക്കൊന്നും ഇഷ്ടപ്പെടുകയില്ല കേട്ടോ. അതുകൊണ്ട് മരിയായ്ക്ക് ഇന്ന് കുരിശ് വരച്ചേ. അവൾ കുഞ്ഞല്ലേ? കുഞ്ഞെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിപ്പോഴും അവളെ ഭക്തി വളർത്തിയാലേ വലുതായുള്ള ഒരു ഭക്തിയുടെ മാർഗത്തിൽ വളരുള്ളൂ. വെരി ഗുഡ്. ആശയം വളരെ ക്ലിയറാണ്. മക്കൾ പോയിരുന്നേ. നമ്മുടെയൊക്കെ വീട്ടിൽ സംഭവിക്കുന്ന സംഗതിയല്ലേ, പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? നമ്മൾ ചെറുപ്പം മുതലേ കുട്ടികൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെയാണ് പ്രാർത്ഥനയുടെ സമയത്ത് ബിഹേവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഈശോയോട് അടുക്കേണ്ടത്, എങ്ങനെയാണ് ഈശോയോട് നമ്മുടെ ആ ഒരു സ്നേഹം നമ്മുടെ ഉള്ളിൽ നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. ഇതെല്ലാം ഈ കുടുംബത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ സന്ദർഭങ്ങളിലാണ് നമ്മളിത് പഠിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഏതാണ്ട് അവസാനിപ്പിക്കുകയാണ്. ഒരു കുടുംബം എത്രമാത്രം പ്രധാനപ്പെട്ട ഒരു കളരിയാണ് നമ്മളെ തന്നെ മിഷണറിയാക്കാൻ, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ. അതിനുവേണ്ടി ഒരുപക്ഷെ നമുക്ക് അച്ഛനോ സിസ്റ്ററോ ഒന്നും ആകണമെന്നില്ല. ഈ കുടുംബത്തിലെ ഈ അപ്പനും അമ്മയും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ആ മക്കൾ പഠിച്ച് അവരുടെ വിവാഹത്തിന് ശേഷം അവർക്കുണ്ടാകുന്ന മക്കളെ പറഞ്ഞു പഠിപ്പിച്ച് അങ്ങനെ ആ ഒരു പ്രേക്ഷിത പ്രവർത്തനം മുന്നോട്ട് പോവുകയാണ്. ഈശോയെ അറിഞ്ഞ് ഈ സമൂഹം മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ കുടുംബം, നമ്മുടെ ഇടവക, നമ്മുടെ സഭ മുന്നോട്ട് പോവുകയാണ്. അതാണ് നമ്മൾ സഭ കുടുംബം ഒരു പ്രേക്ഷിത കളരിയാണ്, ഒരു പ്രേക്ഷിത പ്രവർത്തനത്തിനുള്ള ഒരു മേഖലയാണെന്ന് പറയുമ്പോൾ മനസ്സിലാക്കുന്നത്. പ്രിയ കൂട്ടുകാരെ, അപ്പോൾ കുടുംബത്തിൻ്റെ ഒരു വലിയ പങ്ക് പ്രേക്ഷിത പ്രവർത്തനത്തിലല്ലേ? തൻ്റെ മക്കളെ പ്രേക്ഷിതരായി വളർത്തുന്നതിൽ കുടുംബത്തിലുള്ള പങ്കിനെക്കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായിട്ട് കണ്ടു. നല്ല രീതിയിൽ ചാർട്ടുകളൊക്കെ പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ എല്ലാവിധ പോയിൻറ്റുകളും നിങ്ങൾ അവതരിപ്പിച്ചു. നല്ല പാട്ട് നിങ്ങൾ പ്രസൻറ്റ് ചെയ്തു. എല്ലാം വളരെ ഭംഗിയായിരിക്കുന്നു. ഈ ചൈതന്യം നമ്മുടെ എല്ലാം കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. താങ്ക് യു.